ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഹോമോസാപ്പിയൻ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇന്നൊരു ട്രിപ്പാണ്, വേറെ അങ്ങോട്ടും അല്ല, നമ്മുടെ സ്വന്തം പൊന്മുടിയിലോട്ടാണ്. ഇപ്പം മൺസൂൺ വന്നതോടെ അവിടുത്തെ ക്ലൈമറ്റ് എല്ലാം എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. തിരുവനന്തപുരം ജില്ലയിലാണ് നമ്മുടെ പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പം തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഒരു 55 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. കടലിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഉയരം കൂടിയ പ്രദേശമാണ് പൊന്മുടി. പൊന്മുടിയുടെ ഉയരം എന്ന് പറയുന്നത് 1100 മീറ്ററാണ് പൊന്മുടിയുടെ ഉയരം. പൊന്മുടിയുടെ പകുതി എത്തിയപ്പോൾ ഉള്ള ക്ലൈമറ്റാണിത്. ഇതെൻ്റെ വണ്ടി, അത് നമ്മുടെ ഫ്രണ്ടാണ്, ക്യാമറമാനാണ്. ഇവിടെ തേയില കൃഷിയുണ്ട്, ഗ്രാമ്പൂ ഉണ്ട്, അങ്ങനെ പല കൃഷിയുണ്ട്. ഇത് കോൺട്രാക്റ്റ് ലീസിന് എടുക്കുന്ന സംഭവമാണിത്. നല്ല മഞ്ഞുണ്ട്, നല്ല കാറ്റ്. തേയില അപ്പം ഇവിടുത്തെ മഞ്ഞ് മാറിയിട്ടുണ്ട്. ഇവിടെയാണ് ചെക്ക് പോസ്റ്റ്. നമ്മളിവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. വണ്ടിക്കും ആൾക്കാർക്കും എടുക്കണം. അല്ലാണ്ട് പൊന്മുടിയിൽ വരുന്ന വഴിക്ക് കല്ലാറുണ്ട്. റൂട്ട് വന്നിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് നെടുമങ്ങാട്, വിതുര, ആനപ്പാറ, കല്ലാറ്, പൊന്മുടി, അതാണ് റൂട്ട്. അപ്പം കല്ലാറ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ മീൻമുട്ടിയുണ്ട്. പിന്നെ അങ്ങനെ 2-3 സ്ഥലങ്ങളുണ്ട് കുളിക്കാനെല്ലാം ഇറങ്ങാൻ പറ്റിയ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് വരുമ്പോഴാണ് പൊന്മുടി. നേരെ ഉള്ള വഴി നേരെ പൊന്മുടിയിലോട്ടാണ്. അപ്പം പൊന്മുടിയിലേക്ക് അവിടെ വിതുരയിൽ നിന്നൊരു 24-25 കിലോമീറ്ററാണുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിതുര ജംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് പെട്രോൾ പമ്പോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ഒരുപാട് വണ്ടികൾ വഴിയിൽ കാണാറുണ്ട്, പെട്രോൾ തീർന്ന വഴിയിലാവുന്നത്. അപ്പം തിരിച്ച് ഇറക്കമാണെങ്കിലും കല്ലാറ് വരെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇറക്കത്ത് നമ്മൾ വണ്ടി ഓഫാക്കി വരുന്നതും അപകട കാരണങ്ങൾക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് മാക്സിമം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നെ തിരിച്ചിറങ്ങി വരാൻ നോക്കണം. പിന്നെ ഹോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ ഹോട്ടലും നല്ല ഹോട്ടലുകളെല്ലാം വിതുരയിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ പിന്നെ മുകളിൽ ടോപ്പിലോട്ട് വരുമ്പോഴത്തേക്കൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ഒരു ക്യാൻറ്റീനുണ്ട്. പിന്നെ സ്റ്റേക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ KTDC ഹോം സ്റ്റേ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഏക ഒരു റെസ്റ്റോറൻറ്റ്. ഈ ഒരെണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ. പൊന്മുടിയിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. ഇതുപോലുള്ള ഒരു മൂടി ക്ലൈമറ്റാണ്. 2-3 കുന്നുകളുണ്ട്. അപ്പം നമുക്ക് അവിടെ ഫുള്ള് ഇതുപോലെ ഇത്തിരി നടന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് ഒരു ടവറുണ്ട്. ഇതുവഴിയാണ് പോലീസ് സ്റ്റേഷനും മറ്റേ നമ്മുടെ സിഗ്നൽ ടവറും. പൊതുവെ സിഗ്നൽ കുറവാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലൊരു പാറക്കെട്ടുണ്ട്, സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്. അവിടെ വന്നാണ് KSRTC ബസ് സർവീസ് എല്ലാം അവിടെ വന്നാണ് ബസ് തിരിഞ്ഞു പോകുന്നത്. പിന്നെ പ്രത്യേകം പറയേണ്ടതെന്ന് പറഞ്ഞാൽ കഴിയതും ആരും ഒറ്റയ്ക്കും ഒന്നും ഈ അധികം ആൾക്കാരൊന്നും പോവാത്ത സ്ഥലത്തോട്ടൊന്നും പോവാതിരിക്കുക. അതായത് ഈ മലകളുടെയൊക്കെ ഇടയിലോട്ടും ഈ പാറക്കെട്ടിനിടയിലോട്ടൊന്നും
കാരണം വേറെ ഒന്നുമല്ല, മൂടൽ മഞ്ഞായതുകൊണ്ട് തിരിച്ച് നമുക്ക് ആ പഴയ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്താൻ കുറച്ച് പാടായിരിക്കും. പിന്നെ പൊന്മുടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ മിനിറ്റിലും ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ വന്ന ക്ലൈമറ്റല്ല ഇപ്പോഴത്തെ ക്ലൈമറ്റ്. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എപ്പോഴും വന്നാലും ഒട്ടുമിക്ക സമയങ്ങളിലെല്ലാം ഈ ഒരു അന്തരീക്ഷം ഇത്ര ഇല്ലെങ്കിൽ പോലും ഒരു മൂടി ക്ലൈമറ്റ് ആയിരിക്കും ഒട്ടുമിക്കപ്പോഴെല്ലാം. മാക്സിമം വരുമ്പോഴത്തേക്കും ഇതുപോലുള്ള ക്ലൈമറ്റ് ഉള്ള ടൈമിൽ വരിക, ഇല്ലെങ്കിൽ വരുന്നത് വേസ്റ്റായി പോകുമെന്നാണ് പറയാം. കാരണം ഞാനും പലവട്ടം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വെയിലൊക്കെ ആയിട്ടുള്ള ടൈമിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇപ്പം മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന ടൈം, അല്ലെങ്കിൽ മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന ടൈം, അങ്ങനെയുള്ള സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്ലൈമറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതോ അവിടെയാണ് ഞാൻ പറഞ്ഞ പാർക്കിട്ട്. പിന്നെ ഇവിടെ പാർക്കിംഗ് ബൈക്കിനിവിടെയാണ്, അപ്പുറത്ത് ബസ് കാറെല്ലാം അപ്പുറത്താണ് പാർക്ക് ചെയ്യുന്നത്. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ നോർമലി ഇവിടെ വരുമ്പോൾ ഫുഡ് നമ്മൾ വിതുരയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് വരാറ്. ഇത് അവിടെയായിട്ടാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അപ്പം നമുക്ക് ഇവിടെ ആകുമ്പോഴത്തേക്കും നമ്മൾ താഴെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന റേറ്റ് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ച് നമ്മൾ പൊന്മുടിയിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ബൈക്ക് നമ്മൾ ഒരിക്കലും ഓഫ് ചെയ്ത് ഓട്ടിക്കരുത്. അതായത് മിക്കവരും ഞാൻ കണ്ടിട്ടുണ്ട് പെട്രോൾ ലാഭിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഓഫാക്കിയിട്ട് ന്യൂട്രലിൽ പോകുന്നത്. അത് വളരെ ഡേഞ്ചറാണ്. ഇപ്പം നമ്മൾ കാറിലായാലും ബൈക്കിലായാലും അത് വളരെ ഡേഞ്ചറാണ്. ഇപ്പം നമ്മൾ ബൈക്കിൽ തന്നെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഗിയറിൽ ആ വണ്ടിയുടെ എൻജിൻ ബ്രേക്കോട് കൂടി നമ്മൾ ഇറങ്ങി വരുവാണെങ്കിൽ നമുക്ക് അധികം ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോഴത്തേക്ക് വണ്ടിക്കും ബ്രേക്ക് പേഡും അധികം തീരത്തില്ല, വണ്ടി സേഫ്റ്റിയുമാണ്. അല്ലാതെ നമ്മൾ വണ്ടി ന്യൂട്രലാക്കിയിട്ട് ഫുൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ കുറേ നേരം ആകുമ്പോൾ ബ്രേക്ക് പേഡും ഒരുപാടായിട്ട് ഉരഞ്ഞ് തീരും, ഒരുപാട് ഹീറ്റാവുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ആരും അങ്ങനെ ന്യൂട്രലിൽ ഇറങ്ങി വരാൻ നോക്കരുത്. അതുപോലെ പ്രത്യേകിച്ച് കാറിൻ്റെ കാര്യം അത് തന്നെയാണ് പറയാനുള്ളത്. അത് വളരെ ഡേഞ്ചറാണ്. പിന്നെ ഇവിടുത്തെ വളവുകൾ മസ്റ്റായിട്ട് നിങ്ങൾ ഹാണടിച്ച് തന്നെ പോവുകയും വരികയും ചെയ്യണം. അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിങ് ഒരുപാട് അപകടങ്ങളുണ്ടാക്കും. ഇവിടെ പൊന്മുടി ചരിത്രം നോക്കുവാണെങ്കിൽ 2-3 ബസ്സുകൾ ഇവിടെ മറിഞ്ഞിട്ടുണ്ട്, കാറുകൾ മറിഞ്ഞിട്ടുണ്ട്, ആക്സിഡൻറ്റ് ഒരുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊന്മുടിയുടെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തതായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി ക്ലൈമറ്റുള്ള ടൈമിൽ അധികം വരാറുള്ളൂ. അപ്പോൾ വന്നിട്ട് കാര്യമുള്ളൂ. പിന്നെ ഒരുപാട് മഴയാണെങ്കിലും ആൾക്കാരെ കയറ്റി വിടത്തില്ല ഇങ്ങോട്ട്. പിന്നെ ഇവിടുത്തെ ടൈമെന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺ. ബൈ. ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻ.